നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അടുത്തിടെ ലോകമെമ്പാടും വൻ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ച ഒരു സംഭവത്തെക്കുറിച്ചാണ്. ലോകത്തിലെ ഏറ്റവും വലിയ IT ഔട്ടേജ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഈ സംഭവം നമ്മുടെ ആധുനിക ജീവിതത്തിൽ ടെക്നോളജിയുടെ സ്ഥാനവും അതിന്റെ ദൗർബല്യവും വെളിവാക്കുന്നു. 2024 ജൂലൈ 19 വെള്ളിയാഴ്ച രാവിലെയാണ് ഈ വൻ തകരാർ ആരംഭിച്ചത്. യൂറോപ്പ്, ഏഷ്യ, അമേരിക്ക തുടങ്ങിയ വൻകരകളിലെ വ്യവസായങ്ങൾ അവരുടെ മൈക്രോസോഫ്റ്റ് കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളിൽ പ്രശ്നങ്ങൾ നേരിടാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ നിരവധി കമ്പ്യൂട്ടറുകളിൽ വിൻഡോസ് ഉപയോക്താക്കൾക്ക് സുപരിചിതമായ ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത് പ്രത്യക്ഷപ്പെട്ടു. ഈ നീല സ്ക്രീൻ വിൻഡോസ് മെഷീൻ പ്രവർത്തനരഹിതമാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു എറർ പേജ് ആണ്. ഈ പ്രശ്നത്തിന് കാരണമായത് ക്രൗഡ്സ്ട്രൈക്ക് എന്ന സൈബർ സെക്യൂരിറ്റി കമ്പനിയുടെ സോഫ്റ്റ്വെയറിലെ ഒരു അപ്ഡേറ്റ് ആയിരുന്നു. ടെക്സസ് ആസ്ഥാനമായുള്ള ഈ കമ്പനി മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഉപയോക്താക്കൾക്കായി നൽകിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലെ ഒരു പിശകാണ് ഈ വൻ തകരാറിന് കാരണമായത്. ക്രൗഡ്സ്ട്രൈക്കിന്റെ CEO ജോർജ് കർട്സ് ഈ സംഭവത്തെക്കുറിച്ച് എക്സ് പ്ലാറ്റ്ഫോമിൽ വിശദീകരിച്ചു. അദ്ദേഹം ഊന്നിപ്പറഞ്ഞത് ഇത് ഒരു സെക്യൂരിറ്റി ഇൻസിഡന്റോ സൈബർ അറ്റാക്കോ അല്ല എന്നാണ്. കൂടാതെ പ്രശ്നത്തിനുള്ള പരിഹാരം കണ്ടെത്തി ഡിപ്ലോയ് ചെയ്തതായും അദ്ദേഹം അറിയിച്ചു. എന്നാൽ CNBCക്ക് നൽകിയ അഭിമുഖത്തിൽ എല്ലാ ഉപയോക്താക്കൾക്കും ഈ പരിഹാരം പ്രാബല്യത്തിൽ വരാൻ കുറച്ച് സമയം എടുക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഈ സാങ്കേതിക പിശക് ആയിരക്കണക്കിന് ആളുകളുടെ ദൈനംദിന ജീവിതത്തെ സാരമായി ബാധിച്ചു. വിമാനത്താവളങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും യാത്രക്കാർ ദീർഘനേരം കാത്തിരിക്കേണ്ടി വന്നു. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലോഗിൻ ചെയ്യാൻ കഴിയാതെ വന്നു. അടിയന്തര സേവനങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാന സേവനങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിനും വെല്ലുവിളികൾ നേരിട്ടു. ഈ സംഭവം നമ്മുടെ നിത്യജീവിതത്തിലെ പ്രധാന പ്രവർത്തനങ്ങളായ യാത്ര, സാമ്പത്തിക ഇടപാടുകൾ തുടങ്ങിയവയിൽ ഈ സിസ്റ്റങ്ങൾ എത്രമാത്രം കേന്ദ്രസ്ഥാനത്താണെന്ന് വ്യക്തമാക്കുന്നു. അതോടൊപ്പം ചെറിയ മാനുഷിക പിഴവുകൾക്കു പോലും ഇവയെ എത്രമാത്രം ദുർബലമാക്കാൻ കഴിയുമെന്നും ഇത് കാണിച്ചു തരുന്നു. ഈ സാങ്കേതിക തകരാറിന്റെ ആഘാതം വളരെ വ്യാപകമായിരുന്നു. 2000-ത്തിലധികം വിമാനങ്ങൾ റദ്ദാക്കപ്പെട്ടു. അമേരിക്കൻ എയർലൈൻസ്, ഡെൽറ്റ, യുണൈറ്റഡ് തുടങ്ങിയ പ്രമുഖ എയർലൈനുകൾ വെള്ളിയാഴ്ചയുടെ ഒരു ഭാഗം അവരുടെ ആഗോള സർവീസുകൾ നിർത്തിവെക്കേണ്ടി വന്നു. UC ഡേവിസിലെ അന്തരീക്ഷ ശാസ്ത്ര വിദ്യാർത്ഥിയായ കോലൻ മക്കാത്തി പങ്കുവച്ച ഒരു ഗ്രാഫിക് ഈ സാങ്കേതിക പ്രശ്നത്തെ തുടർന്ന് വിമാന ഗതാഗതം എത്രമാത്രം മന്ദഗതിയിലായി എന്ന് വ്യക്തമാക്കുന്നു. നിരവധി വിമാനത്താവളങ്ങളിലെ യാത്രക്കാർ കമ്പ്യൂട്ടറുകൾ പ്രവർത്തനരഹിതമായപ്പോഴുണ്ടായ ആശയക്കുഴപ്പവും അപ്ഡേറ്റുകളോ ബദൽ മാർഗങ്ങളോ സംബന്ധിച്ച വിവരങ്ങളുടെ അഭാവവും രേഖപ്പെടുത്തി. യാത്രാ മേഖലയിലുണ്ടായ തടസ്സങ്ങൾക്ക് പുറമെ ഈ സോഫ്റ്റ്വെയർ പ്രശ്നം മറ്റ് പല മേഖലകളിലും ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചു. ആശുപത്രികൾ എലക്ടീവ് സർജറീസ് റദ്ദാക്കേണ്ടി വന്നു. 911 ഓപ്പറേറ്റർമാർ സാങ്കേതിക പ്രശ്നങ്ങൾ നേരിട്ടു. ബാങ്കുകൾക്ക് ഓൺലൈനിൽ ഉപഭോക്താക്കൾക്ക് വിവരങ്ങൾ നൽകാൻ കഴിയാതെ വന്നു. ഇത്രയും വലിയ ഒരു പ്രശ്നത്തിന് കാരണമായത് എന്താണെന്ന് നമുക്ക് കൂടുതൽ വിശദമായി നോക്കാം. ക്രൗഡ്സ്ട്രൈക്ക് CEO ജോർജ് കർട്സ് വിശദീകരിച്ചതനുസരിച്ച് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിലെ അവരുടെ സോഫ്റ്റ്വെയറിന്റെ ഒരു സിംഗിൾ കോണ്ടന്റ് അപ്ഡേറ്റിൽ കണ്ടെത്തിയ ഒരു ഡിഫെക്ട് ആണ് ഈ പ്രശ്നത്തിന് കാരണം. ദ വേർജ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് കമ്പനി അവരുടെ ഫാൽക്കൺ ഉൽപ്പന്നത്തിലെ ഒരു ഡ്രൈവർ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് ഈ പിശക് സംഭവിച്ചത്. ഫാൽക്കൺ എന്നത് സാധ്യമായ ഹാക്കർമാരെ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഒരു ക്ലൗഡ് ബേസ്ഡ് ഉൽപ്പന്നമാണ്. ഫാൽക്കൺ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് ആഴത്തിലുള്ള പ്രവേശനം ആവശ്യമാണ്. അതിനാൽ തന്നെ ഇതിലുണ്ടാകുന്ന ഏതൊരു പിശകിനും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഇത്തവണ സംഭവിച്ചതും അതുതന്നെയാണ്. ക്രൗഡ്സ്ട്രൈക്ക് എന്ന കമ്പനിയെക്കുറിച്ച് കൂടുതൽ അറിയാം. 2011 സ്ഥാപിതമായ ഈ കമ്പനി ഹാക്കിംഗ് ഭീഷണികൾ തിരിച്ചറിയാനും തടയാനും ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ നിർമ്മിക്കുന്ന ഒരു സൈബർ സെക്യൂരിറ്റി സ്ഥാപനമാണ്. ലോകമെമ്പാടുമുള്ള ഏകദേശം 29,000 കമ്പനികൾ അവരുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ആശുപത്രികൾ, ബാങ്കുകൾ, നിരവധി ഫോർച്യൂൺ 500 കമ്പനികൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. മുൻകാലങ്ങളിൽ സോണി, ഡെമോക്രാറ്റിക് നാഷണൽ കമ്മിറ്റി എന്നിവിടങ്ങളിലുണ്ടായ സെക്യൂരിറ്റി ലംഘനങ്ങൾ അന്വേഷിക്കുന്നതിലും ക്രൗഡ്സ്ട്രൈക്ക് സഹായിച്ചിട്ടുണ്ട്. 2011 സ്ഥാപിതമായ ക്രൗഡ്സ്ട്രൈക്ക് വളരെ പെട്ടെന്ന് തന്നെ സൈബർ സെക്യൂരിറ്റി മേഖലയിലെ മുൻനിര കമ്പനിയായി മാറി. അടുത്ത കാലത്ത് ഇത്തരം സേവനങ്ങൾക്കുള്ള ആവശ്യകത വർദ്ധിച്ചതോടെ കമ്പനിയുടെ പ്രാധാന്യവും വളർന്നു. കമ്പനി ശക്തമായ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ സ്വീകരിച്ചു. സൂപ്പർ ബോൾ പരസ്യങ്ങൾ ഉൾപ്പെടെ നൽകി. വലിയ സ്ഥാപനങ്ങളുടെ സങ്കീർണമായ സുരക്ഷാ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ രൂപകൽപ്പന ചെയ്തു. 2023 ഒരു വിശകലനം പ്രകാരം കാനലൈസ് എന്ന സ്ഥാപനം കണ്ടെത്തിയത് ക്രൗഡ്സ്ട്രൈക്ക് സൈബർ സെക്യൂരിറ്റി വിപണിയുടെ ഏകദേശം 20% നിയന്ത്രിക്കുന്നുവെന്നാണ്. മുൻകാലങ്ങളിൽ കമ്പനിയുടെ ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പൊതുവെ നല്ലതായിരുന്നു. ഉപയോക്തൃ സൗഹൃദവും ഭീഷണികൾ കണ്ടെത്തുന്നതിൽ കൃത്യതയുള്ളതുമായി അവ വിശേഷിപ്പിക്കപ്പെട്ടു. മോട്ട്ലി ഫൂളിന്റെ റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ 5 വർഷത്തിനിടെ കമ്പനിയുടെ ഓഹരി വില 400% വർദ്ധിച്ചു. ഇത്രയും വലിയ ഒരു കമ്പനിയുടെ സോഫ്റ്റ്വെയറിൽ സംഭവിച്ച ഈ പിശക് എത്രത്തോളം ഗുരുതരമായിരുന്നു എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്.
സൈബർ സെക്യൂരിറ്റി വിദഗ്ധനായ ട്രോയ് ഹണ്ട് ഇതിനെ ലോകത്തിലെ ഏറ്റവും വലിയ IT ഔട്ടേജ് എന്നാണ് വിശേഷിപ്പിച്ചത്. ഈ സംഭവത്തിന്റെ ആഘാതം എത്രത്തോളം വ്യാപകമായിരുന്നു എന്നതിന് ഒരു ഉദാഹരണമാണ് വിമാനയാത്രാ മേഖലയിൽ സംഭവിച്ചത്. UC ഡേവിസിലെ അന്തരീക്ഷ ശാസ്ത്ര വിദ്യാർത്ഥിയായ കോലൻ മക്കാത്തി പങ്കുവച്ച ഒരു ഗ്രാഫിക് കാണിക്കുന്നത് ഈ സാങ്കേതിക പ്രശ്നത്തെ തുടർന്ന് വിമാന ഗതാഗതം ഗണ്യമായി കുറഞ്ഞതാണ്. നിരവധി വിമാനത്താവളങ്ങളിലെ യാത്രക്കാർ കമ്പ്യൂട്ടറുകൾ പ്രവർത്തനരഹിതമായപ്പോഴുണ്ടായ അരാജകത്വം രേഖപ്പെടുത്തി. അപ്ഡേറ്റുകളോ ബദൽ മാർഗങ്ങളോ സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമല്ലാതിരുന്നത് സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കി. എന്നാൽ യാത്രാ മേഖലയിൽ മാത്രമല്ല, മറ്റ് നിരവധി അത്യാവശ്യ മേഖലകളിലും ഈ സോഫ്റ്റ്വെയർ പിശക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചു. ആശുപത്രികൾ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകൾ റദ്ദാക്കേണ്ടി വന്നു. 911 അടിയന്തര സേവന ഓപ്പറേറ്റർമാർ സാങ്കേതിക പ്രശ്നങ്ങൾ നേരിട്ടു. ബാങ്കുകൾക്ക് ഓൺലൈനിൽ ഉപഭോക്താക്കൾക്ക് വിവരങ്ങൾ നൽകാൻ കഴിയാതെ വന്നു. ഇതെല്ലാം കാണിക്കുന്നത് നമ്മുടെ അടിസ്ഥാന സേവനങ്ങൾ എത്രമാത്രം സാങ്കേതിക വിദ്യയെ ആശ്രയിച്ചിരിക്കുന്നു എന്നതാണ്. ഈ സംഭവം ഉയർത്തുന്ന ഒരു പ്രധാന ചോദ്യം ഇത്രയും വലിയ ഒരു തകരാർ എങ്ങനെയാണ് സംഭവിച്ചത് എന്നതാണ്. ഇത്തരമൊരു സംഭവം ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കേണ്ടത്? ഇതൊരു സങ്കീർണമായ ചോദ്യമാണ്. സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ നടപ്പിലാക്കുന്നതിന് മുമ്പ് കൂടുതൽ കർശനമായ പരിശോധനകൾ നടത്തുക, ബാക്കപ്പ് സിസ്റ്റങ്ങൾ സജ്ജമാക്കുക, അടിയന്തര സാഹചര്യങ്ങളിൽ സ്വീകരിക്കേണ്ട നടപടികൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്യുക തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു. ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ആധുനിക ലോകത്തിൽ സാങ്കേതിക വിദ്യയുടെ പ്രാധാന്യവും അതേസമയം അതിൻ്റെ അപകടസാധ്യതകളുമാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും യാത്ര, ബാങ്കിംഗ്, ആരോഗ്യം, അടിയന്തര സേവനങ്ങൾ ഇത്തരം സിസ്റ്റങ്ങളെ നാം ആശ്രയിക്കുന്നു. അതിനാൽ തന്നെ ഇവയുടെ സുരക്ഷയും വിശ്വാസ്യതയും ഉറപ്പാക്കുക എന്നത് അത്യന്താപേക്ഷിതമാണ്.